الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له الحق المبين وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. قال شيخ الإسلام المجدد محمد بن عبد الوهاب رحمه الله: باب قول الله تعالى: ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه. ഈ അധ്യായത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, തൗഹീദ് 3 ഇനമാണ്: തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവൃത്തികളിൽ, അള്ളാഹുവിന്റെ അഫ്ആൽ, അവന്റെ പ്രവൃത്തികളിൽ അവൻ ഏകനാണ്. അഥവാ അള്ളാഹു ചെയ്യുന്ന പ്രവൃത്തികൾ, അഫ്ആൽ, അത് മറ്റൊരാൾക്കും ചെയ്യാൻ സാധിക്കുകയില്ല. സൃഷ്ടിക്കുക, അതുപോലെ തന്നെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായ റിസ്ക് നൽകുക, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം, തദ്ബീർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ അവന് യാതൊരു പങ്കാളിയുമില്ല. ഇതാണ് തൗഹീദുർ റുബൂബിയ്യത്തിന്റെ ചുരുക്കം. തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അടിമകൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ, അടിമകളുടെ അഫ്ആൽ, നമ്മുടെ പ്രവൃത്തികൾ, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട പ്രവൃത്തികൾ, ഇബാദാത്ത്, അത് അള്ളാഹുവിന് മാത്രം ആയിരിക്കണം. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. ഇനി മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും, ഇത് രണ്ടും മറ്റാർക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക, അള്ളാഹുവിന് പൂർണ്ണമായും വകവെച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹുവിന് ഇന്ന ഒരു നാമമുണ്ട്, ഇസ്മുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക. ഇന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്, അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് ചോദിക്കാതെ അംഗീകരിക്കുക. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ തൗഹീദുൽ ഉലൂഹിയ്യത്തുമായി ബന്ധപ്പെട്ടാണ്, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഖുർആനിലും സുന്നത്തിലും ഏറ്റവും കൂടുതൽ ചർച്ച കാണുക. കാരണം എന്താണ്? കാരണം എല്ലാ കാലത്തും അമ്പിയാക്കൾക്കും അവരുടെ ശത്രുക്കൾക്കും ഇടയിലുള്ള ചർച്ച തൗഹീദുൽ ഉലൂഹിയ്യത്തിനെ കുറിച്ചായിരുന്നു. തൗഹീദുൽ ഉലൂഹിയ്യത്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അമ്പിയാക്കൾ അള്ളാഹു പറഞ്ഞയച്ചത് തന്നെ. കാരണം തൗഹീദുൽ ഉലൂഹിയ്യത്ത് അംഗീകരിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. റുബൂബിയ്യത്ത്, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന കാര്യം, അത് അംഗീകരിക്കുന്നവരാണ് മനുഷ്യരിൽ ഭൂരിപക്ഷവും. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും, അതിൽ പലതും മുശ്രിക്കുകൾ പോലും അംഗീകരിക്കുന്നുണ്ട്. പൂർണ്ണമായും മുശ്രിക്കുകൾ അംഗീകരിക്കാത്തതും ഇസ്ലാമും കുഫറും തമ്മിൽ വേർതിരിക്കുന്നതുമായ നിർണായകമായ ഘടകം തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. അതുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയുന്നത്. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ആവുകയില്ല. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹനായി നമ്മുടെ പ്രവൃത്തികൾ, അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രവൃത്തികൾ, അത് തിരിച്ചു വെക്കാൻ അവൻ മാത്രമേ ഉള്ളൂ, മറ്റൊരാളിലേക്കും അത് ഉദ്ദേശിക്കാൻ പാടില്ല എന്നത് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കിതാബിൽ നമ്മൾ കഴിഞ്ഞ ബാബുകളിലൊക്കെ തൗഹീദുൽ ഉലൂഹിയ്യത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അപൂർവമായി ചില ബാബുകൾ മാത്രം അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇസ്മിനെ ബഹുമാനിക്കണം, ആ ബഹുമാനത്തിന് നിരക്കാത്ത പേരുകൾ മാറ്റിയിടണം എന്ന് പറഞ്ഞൊരു ബാബ് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതലും തൗഹീദുൽ ഉലൂഹിയ്യത്തുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളായിരുന്നു കിതാബിലുണ്ടായിരുന്നത്. ഈ ബാബ് തൗഹീദുൽ അസ്മാഇ വസിഫാത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ആയത്താണ് ഈ ബാബിന്റെ തലക്കെട്ടായി ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് ആയത്ത്? സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്ത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് അതിമനോഹരമായ നാമങ്ങളുണ്ട്. എന്താണ് അൽ അസ്മാഉൽ ഹുസ്ന എന്നതിന്റെ അർത്ഥം? അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായത് എന്നാണ് അർത്ഥം. അൽ അഹ്സൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ്, മുഅന്നസാണ് അൽ ഹുസ്ന. സ്ത്രീലിംഗമാകാൻ കാരണം അൽ അസ്മാ എന്ന വാക്ക് ബഹുവചനമായതുകൊണ്ടാണ്. ഇത് അറബി പഠിക്കുന്നവർക്കറിയാം. അൽ ഹുസ്ന എന്ന് പറഞ്ഞാലുള്ള ഉദ്ദേശം ഇതാണ്: ഏറ്റവും മനോഹരമായ നാമങ്ങളാണ് അള്ളാഹുവിനുള്ളത്. അതിന്റെ വിശദീകരണമായിട്ട് ഉലമാക്കൾ പറയും, ബാലിഗത്തുൻ ഫിൽ ഹുസ്നി ഗായതഹ. ഭംഗിയുടെ കാര്യത്തിൽ, അതിന്റെ പൂർണ്ണതയുടെ കാര്യത്തിൽ അങ്ങേ അറ്റമെത്തിയ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഓരോ ഇസ്മും പൂർണ്ണതയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ റഹ്മത്തുള്ള മറ്റൊരാളും ഉണ്ടാവുകയില്ല.
അതുപോലെ തന്നെ കരീം, ഔദാര്യവാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്കാൾ ഉദാരനായി മറ്റൊരാളും ഉണ്ടാവുകയില്ല. ഇങ്ങനെ എല്ലാ ഇസ്മും പൂർണ്ണമായിട്ടുള്ളവൻ, അങ്ങനെയുള്ള ഇസ്മുകളുള്ളവനാണ് അള്ളാഹു തആല. അപ്പൊ ഈ ഇസ്മുകളിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിന് മനോഹരമായ ഇസ്മുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം എന്നർത്ഥം. ഈ ഇസ്മുകളിൽ വിശ്വസിക്കാത്ത ഒരു ഫിർഖത്ത്, ഒരു കക്ഷി ഇസ്ലാമിൽ ഉടലെടുത്തിട്ടുണ്ട്. വളരെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു വ്യതിയാന കക്ഷിയാണ് ജഹ്മിയാക്കൾ. അവര് അള്ളാഹുവിന്റെ അസ്മാഇനെ നിഷേധിച്ചിരുന്നു. അവർ പറയുന്നത് അള്ളാഹുവിന് ഇസ്മുകളുണ്ട്, നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ മനുഷ്യരോട് ഉപമിച്ചു. പേര് എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്റെ ഗുണമാണല്ലോ, മനുഷ്യർക്ക് ആണല്ലോ പേരിടുന്നത്. അപ്പൊ അള്ളാഹുവിന് നമ്മൾ പേരുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ മനുഷ്യനോട് ഉപമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവര് അള്ളാഹുവിന്റെ നാമങ്ങളെ മുഴുവൻ നിഷേധിച്ചിരുന്നു. ഇത് വലിയ അബദ്ധമാണ്, ബാത്തിലാണ്. കാരണം എന്താണ്? പേരുണ്ടായിരിക്കുക എന്നുള്ളത് മഖ്ലൂക്കിന്റെ ഗുണമാണെങ്കിൽ ശരിയാണ്, പേരുണ്ടായിരിക്കുക എന്നുള്ളത് മഖ്ലൂക്കിന്റെ ഒരു സിഫത്ത് തന്നെയാണ്. പക്ഷെ മഖ്ലൂക്കിന് മാത്രമുള്ളതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എന്താകുമായിരുന്നു? ഒരു വസ്തു അതിന് അസ്തിത്വം ഉണ്ടായിരിക്കുക, വുജൂദ്, അത് ഉള്ളതായിരിക്കുക എന്നുള്ളതും മഖ്ലൂക്കിന്റെ സിഫത്താണ് അല്ലെ? നമ്മളൊക്കെ ഉള്ളവരാണ്, അസ്തിത്വമുള്ളവരാണ്, നമുക്കൊക്കെ ഒരു ദാത്തുണ്ട്. അള്ളാഹുവിനും ദാത്തുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ ദാത്ത് വേറെ, അള്ളാഹുവിന്റെ ദാത്ത് വേറെ. നമ്മുടെ ദാത്ത് വളരെ നിസ്സാരമാണ്, നശിച്ചു പോകുന്നതാണ്, തുടക്കമുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദാത്ത് തുടക്കമില്ലാത്തതാണ്, അവസാനമില്ലാത്തതാണ്. നമ്മുടെ അസ്തിത്വം വളരെ പരിമിതമാണ്, തുടക്കവും ഒടുക്കവും ഉള്ളതാണ്. അള്ളാഹുവിന്റെ വുജൂദ്, അസ്തിത്വം, അത് അവസാനമില്ലാത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ പേരുകൾ വളരെ അർത്ഥം കുറഞ്ഞതാണ്. ചിലപ്പോൾ പേരിന്റെ അർത്ഥവും ആ വ്യക്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ കാര്യം അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ഇസ്മുകൾ അൽ ഹുസ്ന ആണ്, ഏറ്റവും പൂർണ്ണതയുള്ളതാണ്. അതുപോലെ അതിന്റെ അർത്ഥം അവന് പൂർണ്ണമായും അർഹതപ്പെട്ടതുമാണ്. ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഇസ്മുകൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. ജഹ്മിയാക്കൾക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത്. ഫദ്ഊഹു ബിഹ, അതിനാൽ അള്ളാഹുവിനെ നിങ്ങൾ ആ ഇസ്മുകൾ കൊണ്ട് ദുആ ചെയ്യുക. ദുആ എന്ന വാക്കിന് ശറഇൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ദുആ ഉൽ മസ്അല, രണ്ടാമത്തേത് ദുആ ഉൽ ഇബാദ. എന്താണ് ദുആ ഉൽ മസ്അല എന്ന് പറഞ്ഞാൽ? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ദുആ ഉൽ മസ്അല എന്ന് പറഞ്ഞാൽ സാധാരണ ദുആ എന്ന വാക്ക് മുസ്ലിമീങ്ങൾ ഉപയോഗിക്കുന്ന ആ അർത്ഥം, ചോദിക്കുക, അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ആ അർത്ഥത്തിലും ഇവിടെ പറയാം, ഈ ആയത്തിനെ മനസ്സിലാക്കാം. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും ഉദ്ദേശം? അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് നിങ്ങൾ അവനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആവശ്യത്തിന് യോജിച്ച ഇസ്മുകൾ തെരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന് പാപങ്ങൾ പുറത്തു തരാനാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളൽമൻ കസീറൻ ഫഗ്ഫിർ ലി, അള്ളാഹുവേ ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തു, നീ പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്ന ആരുമില്ല. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അപ്പോൾ ഗഫൂറുൻ റഹീം എന്നുള്ള ഇസ്മുകൾ സന്ദർഭത്തിന് യോജിച്ചതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് റിസ്ക് ചോദിക്കുമ്പോൾ, അള്ളാഹുവിനോട് നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ അല്ലാഹുമ്മ ർസുഖ്നി മിൻ ഫദ്ലിക് ഇന്നക അൻതർ റസാഖ്, അല്ലാഹുവേ നീ റസാഖാണ്, എല്ലാ വസ്തുക്കൾക്കും റിസ്ക് കൊടുക്കുന്നവനാണ്, എനിക്ക് റിസ്ക് നൽകണം എന്ന് പറയാം. ഇങ്ങനെ സന്ദർഭത്തിന് യോജിച്ച ഇസ്മുകൾ തിരഞ്ഞെടുക്കുക. അതുപോലെ കാഫിറുകൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ യാ അസീസ്, യാ ജബ്ബാർ തുടങ്ങിയ ഇസ്മുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ പ്രതാപവും ഉള്ളവൻ, അതുപോലെ തന്നെ എല്ലാവരെയും അടക്കി ഭരിക്കുന്നവൻ എന്നൊക്കെയാണ് ആ ഇസ്മിന്റെ അർത്ഥം. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും യോജിച്ച ഇസ്മുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ അർത്ഥം, ദുആ എന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥം ദുആ ഉൽ ഇബാദ, ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ദുആ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അള്ളാഹ്ക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അതിന് ദുആ എന്ന് പറയും. അപ്പൊ എങ്ങനെയാ അസ്മാ കൊണ്ട് ദുആ ചെയ്യുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ഓരോ ഇസ്മിനും ഒരു സ്വാധീനം ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ഓരോ ഇസ്മും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് റഹ്മത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. റഹ്മാൻ, റഹീം എന്നീ രണ്ട് ഇസ്മുകൾ അള്ളാഹുവിനുണ്ട്. കരുണ കാണിക്കുന്നവൻ. അപ്പൊ ആ ഇസ്മിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്യണം. അതെങ്ങനെയാണ്? അള്ളാഹുവിന്റെ റഹ്മത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹു റഹ്മാൻ ആണല്ലോ, അപ്പൊ അവന്റെ റഹ്മത്ത് കിട്ടാൻ എന്തു ചെയ്യണം? അത് ഖുർആനിലും ഹദീസിലും
അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട്, മനുഷ്യരോട് റഹ്മത്ത് കാണിക്കുക, മനുഷ്യരോടും മറ്റു മൃഗങ്ങളോട് പോലും റഹ്മത്ത് കാണിക്കുക, കരുണ കാണിക്കുക. യർഹമുക്കും മൻ ഫിസ് സമാ, ഉപരിയിലുള്ളവൻ മുകളിലുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് റഹ്മത്ത് ചെയ്യും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മറ്റെല്ലാ ഇസ്മുകളും, ആ ഇസ്മുകൾ അത് താല്പര്യപ്പെടുന്ന വിധത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു ഗഫൂറാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാനുള്ള, പാപമോചനം കിട്ടാനുള്ള മാർഗങ്ങൾ എന്താണ്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ സ്വീകരിക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ ഓരോ ഇസ്മും അനുസരിച്ച് ഇബാദത്ത് ചെയ്യുക. ഇതാണ് ഫദ്ഉഹു ബിഹാ എന്നതിന്റെ അർത്ഥം. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഇൽഹാദ് കാണിക്കുന്ന ആളുകളെ നിങ്ങൾ വിട്ടേക്കുക, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന പ്രവൃത്തി അതിന് അർഹമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുന്നതാണ്. ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ചെയ്യുന്ന ഒരു തെറ്റിനെ കുറിച്ചാണ്. ഇൽഹാദ്. എന്താണ് ഇൽഹാദ് എന്ന് പറഞ്ഞാൽ? ഇൽഹാദ് എന്ന് പറഞ്ഞാൽ ചെരിയുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. ചെരിയുക, നേരെ പോകുന്നതിൽ നിന്ന് തെറ്റിപ്പോവുക. അതുകൊണ്ടാണ് ഖബറിന് ലഹ്ദ് എന്നൊരു വാക്ക് പറയുന്നത്. ലഹ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബർ കുഴിച്ചിട്ട് ഖിബ്ലക്ക് നേരെ വരുന്ന മതിലില് ഒരു പൊത്തുണ്ടാക്കും. ആ ഭാഗത്തേക്ക് വശത്തേക്ക് മണ്ണെടുക്കും, എന്നിട്ട് മയ്യത്തിനെ അവിടെ വെക്കും. അങ്ങനെയാണ് അറബ് നാടുകളിലൊക്കെ ഖബറുണ്ടാക്കുന്നത്. അതിനാണ് ലഹദ് എന്ന് പറയാം. അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അതിന് ലഹദ് എന്ന് പറയാൻ കാരണം എന്താ? ഖബർ ഇങ്ങനെ കുഴിച്ചിട്ട് അതിന്ന് ആ ദിശ തെറ്റിയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഇൽഹാദ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ അസ്മായിൽ ഇൽഹാദ് കാണിക്കുക എന്നതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം എന്താണ്? ഉലമാക്കൾ അതിന് പല രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിക്കുക എന്നുള്ളതിന് പല രൂപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ രൂപം അത് സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദക്കർ ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ലാഹ്, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കിതാബിൽ കൊടുത്തിട്ടുള്ളതാണ്. ദക്കർ ഇബ്നു അബി ഹാത്തിം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, യുൽഹിദൂന ഫി അസ്മാഇഹി എന്നതിന്റെ അർത്ഥം യുശ്രികൂന, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നാണ്. അതായത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പങ്കു ചേർക്കുക. അള്ളാഹുവിന്റെ ഇസ്മുകൾ എങ്ങനെയാ പങ്കു ചേർക്കുക? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചു. സമ്മുല്ലാത മിനൽ ഇലാഹ്, അള്ളാഹുവിന്റെ ഇസ്മുകളിൽ നിന്ന് അവരെന്ത് ചെയ്യും? അവരുടെ അസ്നാമുകൾക്ക്, അവരുടെ ബിംബങ്ങൾക്കും അവരുടെ ത്വാഗൂത്തുകൾക്കൊക്കെ പേരുണ്ടാക്കും. അള്ളാഹുവിന്റെ ഇസ്മുമായി സാമ്യമുള്ള പേരുകൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് അൽ ഇലാഹ് എന്ന അള്ളാഹുവിന്റെ ഇസ്മിൽ നിന്ന് അവര് അല്ലാത്ത് എന്നുള്ള ഇസ്മ ഉണ്ടാക്കി. ലാമ് രണ്ടെണ്ണം ഉണ്ട് രണ്ടിലും. അൽ ഇലാഹ് എന്ന് പറയുന്നതിലും അല്ലാത്ത് എന്ന് പറയുന്നതിലും അതിനോട് സാമ്യമുണ്ട്. വൽ ഉസ്സ മിനൽ അസീസ്, അള്ളാഹുവിന്റെ അൽ അസീസ് എന്ന ഇസ്മിൽ നിന്നാണ് അൽ ഉസ്സ എന്ന പേര് അവരുണ്ടാക്കിയത്. ഇതാണ് ഒന്നാമത്തെ രൂപം, ഇൽഹാദിന്റെ ഒന്നാമത്തെ രൂപം. അള്ളാഹുവിന്റെ ഇസ്മുകളിൽ നിന്ന് മഖ്ലൂഖുകൾക്ക് ഇസ്മുകൾ ഉണ്ടാക്കുക. രണ്ടാമത്തെ രൂപം വഅനിൽ അഅമശ് റഹിമഹുല്ലാഹ്, ഒരു വലിയ ഇമാമാണ്, താബിഇയാണ് അഅമശ്. അദ്ദേഹം അൽ മുസ്ഹഫ് എന്നറിയപ്പെട്ടിട്ടുള്ള റാവിമാരിൽപ്പെട്ട ആളാണ്. ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ ചില ആളുകൾ, അപൂർവം ചില ആളുകൾ മുസ്ഹഫ് എന്നറിയപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അഅമശ്, സുലൈമാൻ ഇബ്നു മെഹ്റാൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. എന്തുകൊണ്ടാണ് മുസ്ഹഫ് എന്നറിയപ്പെടുന്നത്? ഒരു പുസ്തകം എന്നാണ് മുസ്ഹഫിന്റെ അർത്ഥം, എഴുതി വെക്കപ്പെട്ട പുസ്തകം. പുസ്തകത്തിലുള്ളതുപോലെ ഹിഫ്ലാക്കുന്ന ആളുകൾ, അത്രയും ആഴത്തില് മനസ്സിൽ കാര്യങ്ങൾ പതിയുന്ന ഹിഫ്ലാക്കുന്ന ഒരാളായിരുന്നു ഇമാം അഅമശ് റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, യുദ്ഖിലൂന ഫീഹ മാ ലൈസ മിൻഹ, അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഇല്ലാത്തത് അതിൽ അവർ കടത്തിക്കൂട്ടും. അപ്പൊ അത് ഇൽഹാദിന്റെ രണ്ടാമത്തെ രൂപമാണ്. അള്ളാഹുവിന് ഇല്ലാത്ത ഇസ്മ അള്ളാഹുവിന് ഇട്ടുകൊടുക്കുക. ഉദാഹരണത്തിന് പഴയ കാലത്തുള്ള ഫിലോസഫർമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഖീദയുടെ കാര്യത്തിൽ ബുദ്ധി ഉപയോഗിച്ച് ഗവേഷണം നടത്തുന്നവരാണ് ഫലാസിഫ. അതായത് മനുഷ്യനെ എന്നും അലട്ടുന്ന ചോദ്യങ്ങളാണ്, മനുഷ്യവംശം മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, മനുഷ്യന്റെ അസ്തിത്വ പ്രശ്നങ്ങൾ എന്ന് പറയും. അൽ അസ്ഇലത്തുൽ വുജൂദിയ്യ എന്ന് പറയും അറബിയിൽ. എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത്? ഈ ജീവിതം കഴിഞ്ഞിട്ട് മരണശേഷം നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ മൂന്ന് ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം കണ്ടെത്താൻ മനുഷ്യർ പഴയകാലം മുതലേ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചിട്ടുണ്ട്. അമ്പിയാക്കളുടെ
അടുത്ത് അള്ളാഹു റിസാലത്തായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ റിസാലത്തിന്റെ വെളിച്ചം സ്വീകരിക്കാതെ ഇതിനുള്ള ഉത്തരം ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക, അതാണ് ഫിലോസഫർമാരുടെ ജോലി. അങ്ങനെയുള്ള പഴയ കാലത്തുള്ള ഫിലോസഫർമാര്, അവരിൽ പലരും ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു എന്ന് പറയുന്നതിന് പകരം അള്ളാഹിനെ അവർ അംഗീകരിക്കൂല, അള്ളാഹ്ക്ക് ഇബാദത്തൊന്നും ചെയ്യൂല, തൗഹീദൊന്നുമില്ല. പക്ഷെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് അവർ അംഗീകരിക്കുമായിരുന്നു. കാരണം അത് ബുദ്ധിയുള്ള ഏതൊരാൾക്കും അംഗീകരിക്കേണ്ടി വരും. ഒരു സൃഷ്ടാവില്ലാതെ ഈ ലോകം ഒരിക്കലും ഈ കാണുന്ന പോലെ ഉണ്ടാവുകയില്ല. അപ്പൊ അവര് ഈ സൃഷ്ടാവിനെ വിളിച്ചിരുന്ന പേര് അൽ ഇല്ലത്തുൽ ഫാഇല. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ കാരണം, ഫാഇലത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന. അപ്പൊ ഒരു പ്രവർത്തിക്കുന്ന സബബ്, ഈ പ്രപഞ്ചത്തിൽ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പിന്നിലുള്ള ഒരു അടിസ്ഥാന കാരണം, ഇംഗ്ലീഷിൽ റൂട്ട് കോസ് എന്ന് പറയും. അങ്ങനെ ഒരു പേര് അവർ ഇട്ടുകൊടുത്തിരുന്നു. ദൈവം എന്നൊക്കെ പറയുന്നതിന് പകരം, ഇലാഹ് അല്ലെങ്കിൽ അള്ളാഹ് എന്നൊക്കെ പറയുന്നതിന് പകരം അൽ ഇല്ലത്തുൽ ഫാഇല എന്നാണ് അവർ പറയാം. അവർ കിതാബുകളിലൊക്കെ അള്ളാഹ് എന്നുള്ളതിന് പകരം ഇതാ ഉപയോഗിക്കുക, അൽ ഇല്ലത്തുൽ ഫാഇല. അത് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഇസ്മാണ്, അവരുണ്ടാക്കിയതാണ്, അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുണ്ടാക്കിയ ഒരു ഇസ്മാണ്. അതുപോലെ തന്നെ നസ്രാണികള് അള്ളാഹ് കിട്ട ഒരു പേരാണ് പിതാവ്, അബുൻ എന്ന് പറയും. അവർ ഈസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ പുത്രനാക്കി. അതുപോലെ അള്ളാഹുവിനെ അവര് പിതാവ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ നസ്രാണികളും അള്ളാഹു എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് അബുൻ, പിതാവ് എന്നുള്ളത്, അല്ലെങ്കിൽ അൽ അബ് എന്നുള്ള വാക്ക്. ചില മുസ്ലിമീങ്ങളും അബദ്ധത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് ദഅവത്ത് ചെയ്ത് അവര് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറയുന്നതിന് മറുപടി കൊടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കും. ബൈബിളിൽ എവിടെയും ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്നില്ല എന്ന് പറയും. അപ്പൊ ഇന്ന സ്ഥലത്ത് ഉണ്ടല്ലോ എന്ന് നസ്രാണികൾ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം ഇങ്ങനെ ശാരീരിക ബന്ധത്തിലൂടെ കുട്ടി ഉണ്ടായി എന്നല്ല, നേരെ മറിച്ച് നല്ല മനുഷ്യന്മാരെല്ലാം അള്ളാഹുവിന്റെ പുത്രന്മാരാണ് എന്ന് ബൈബിളിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയും. അപ്പോ അവര് പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് സമ്മതിക്കുന്നത് എന്താണ്? നല്ല ആളുകൾക്ക് ദൈവപുത്രൻ എന്ന് പറയാം, അല്ലേ? അതുപോലെ അള്ളാഹുവിനെ പിതാവ് എന്ന് വിളിക്കാം എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നത് കാണാം. അത് ശരിയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പേരുകൾ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ച പേരുകൾ മാത്രം. അള്ളാഹുവിന്റെ ഇസ്മുകൾ തൗഖീഫിയാണ്, വഹി വേണം. അള്ളാഹ്ക്ക് ഇന്നൊരു ഇസ്മുണ്ട് എന്ന് പറയണമെങ്കിൽ വഹീന്റെ തെളിവ് പിൻബലം ഉണ്ടായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ രൂപം, അള്ളാഹുവിന്റെ അസ്മായിൽ ഇൽഹാദ് നടത്തുന്നതിന്റെ രണ്ടാമത്തെ രൂപം. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ പേരിൽ നിന്ന് മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങൾക്ക് പേരുണ്ടാക്കി. രണ്ടാമത്തേത് അള്ളാഹുവിന് ഇല്ലാത്ത പേരുകൾ അള്ളാഹുവിന് ഉണ്ട് എന്ന് വാദിക്കുക. മൂന്നാമത്തെ രൂപം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകൾ നിഷേധിക്കുന്നത്. ജഹ്മിയാക്കളെ പോലെ അള്ളാഹുവിന്റെ ഇസ്മുകളെ പൂർണ്ണമായി നിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യുക. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഇൽഹാദ് കാണിക്കുന്നതിൽ പെട്ടതാണ്. അപ്പൊ ഇത് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വിലക്കിയിട്ടുണ്ട്. അടുത്ത ബാബ്, ബാബുൻ ലാ യുഖാലു അസ്സലാമു അലല്ലാഹ്. അസ്സലാമു അലല്ലാഹ് എന്ന് പറയാൻ പാടില്ല. ഈ അധ്യായം കൊടുക്കാനുള്ള കാരണം എന്താണ്? സ്വഹാബത്തിന്റെ ഇടയിൽ അവർ ചെയ്യാറുണ്ടായിരുന്ന കാര്യമായിരുന്നു. അവർ അള്ളാഹുവിനോട് അസ്സലാമു അലല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. ഈ ബാബിൽ ഒരു ഹദീസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വായിച്ചു നോക്കാം. ഫി സഹീഹ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല കുന്ന ഇദാ കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാ. ഞങ്ങൾ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുമ്പോൾ ഖുൽനാ ഞങ്ങൾ പറയുമായിരുന്നു അസ്സലാമു അലല്ലാഹി മിൻ ഇബാദിഹി. അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് സലാം, അള്ളാഹുവിനോട് സലാം പറയാം. അങ്ങനെ അവർ പറയുമായിരുന്നു. അസ്സലാമു അലാ ഫുലാൻ, ഇന്ന ആൾക്ക് സലാം എന്നൊക്കെ നമസ്കാരത്തിൽ അവർ പറയും. വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട് ഈ ഫുലാൻ എന്ന് പറയുന്നത് ജിബ്രീലാണ്. അസ്സലാമു അലാ ജിബ്രീൽ, അസ്സലാമു അലാ മീകായിൽ എന്നൊക്കെ പറയായിരുന്നു സഹാബത്ത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു ലാ തഖൂലു അസ്സലാമു അലല്ലാഹ്, അള്ളാഹ്ക്ക് സലാം എന്ന് നിങ്ങൾ പറയരുത്. ഫഇന്നല്ലാഹ ഹുവസ്സലാം, കാരണം അള്ളാഹുവാണ് സലാം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അസ്സലാം എന്നുള്ള വാക്കിന്റെ അർത്ഥം? അസ്സലാം എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ ഇസ്മ് എന്നുള്ള അർത്ഥത്തിൽ, അള്ളാഹുവിന്റെ ഒരു പേരാണ് സലാം എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? അസ്സലാം എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മിന്റെ അർത്ഥം എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് നൂനിയയിൽ പറഞ്ഞു വഹുവസ്സലാമു അലൽ ഹഖീഖത്തി സാലിമുൻ മിൻ കുല്ലി മാ ഐബിൻ വമിൻ നുഖ്സാനി. വഹുവസ്സലാമു, അള്ളാഹുവാണ് അസ്സലാം,
അലൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ സലാം അള്ളാഹു മാത്രമാണ്. സാലിമുൻ, അവൻ രക്ഷപ്പെട്ടവനാണ്, ഒഴിഞ്ഞവനാണ്. എന്തിൽ നിന്ന്? മിൻ കുല്ലി മാ ഐബിൻ വമിൻ നുഖ്സാനി, എന്തൊക്കെ ഐബുകൾ, കുറവുകൾ, ന്യൂനതകളുണ്ടോ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞവനാണ്. അതാണ് സലാം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ പേരായിട്ട് കണക്കാക്കുമ്പോൾ അതാണ് അതിന്റെ അർത്ഥം. കാരണം സെലിമ എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് സമാധാനത്തിന് സിൽമുൻ എന്ന് പറയുന്നത്. യുദ്ധം, ഹർബ്, അതിന്റെ വിപരീതം സിൽമാണ്. കാരണം എന്താ? വാളും തോക്കും കുന്തവും ഒക്കെ ഒഴിവായിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് യുദ്ധത്തിന്റെ അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു. അതാണ് സെലിമ. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയാൻ കാരണം എന്താ? നമ്മുടെ ദീനിന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് നരകത്ത് നിന്ന് രക്ഷപ്പെടും മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ്. ഇതൊക്കെയാണ് ഈ വാക്കിന്റെ ഭാഷയിലുള്ള അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ കാര്യത്തിൽ അസ്സലാം എന്ന് പറഞ്ഞാൽ അസ്സാലിമു മിനൽ ഉയൂബ്, എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിഞ്ഞവൻ എന്നാണ് അർത്ഥം. ഇനി നമ്മൾ പരസ്പരം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അവിടെ അർത്ഥം ആരോടാണ് നമ്മൾ സലാം പറയുന്നത്? അവർ ഇതുപോലെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടട്ടെ, എല്ലാ കുറവുകളിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് അസ്സലാമു അലൈക്കും എന്നുള്ള വാക്കിന്റെ അർത്ഥം, നമ്മളെ അഭിവാദ്യത്തിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിനോട് അസ്സലാമു അലല്ലാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടട്ടെ എന്ന് നമ്മൾ പറയാം. പറയാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഈ വാക്ക് പറയുന്നതിൽ നിന്ന് വിലക്കിയത്. അപ്പോൾ ഈ കിതാബ് തൗഹീദ് ഇത് കൊടുക്കാനുള്ള കാരണം എന്താ? അള്ളാഹുവിനോടുള്ള അദബ്, അത് തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹുവിനോട് അദബില്ലാത്ത ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അങ്ങനെ ചെറിയ ഒരു വാക്ക് സഹാബത്തിന്റെ അടുത്ത് ഉണ്ടായപ്പോ അവർ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ സലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്, അപ്പൊ അള്ളാഹ്ക്ക് ഒരു സലാം, അങ്ങനെ നല്ലൊരു ഉദ്ദേശത്തിലാണ് അവർ പറഞ്ഞത്. ഉദ്ദേശം നന്നായാൽ പോലും നമ്മുടെ വാക്കുകൾ അഖീദക്കെതിരായിട്ട്, തൗഹീദിനെതിരായിട്ട് പുറത്തു വരാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി കണ്ടിരുന്നു, അങ്ങനെ വിലക്കിയിരുന്നു. അടുത്ത ബാബ്, ബാബു ഖൗലി അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത. കഴിഞ്ഞ ബാബുമായി ബന്ധമുള്ള ഒരു ബാബാണ്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഒരു അദബാണ് ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. അതെന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത എന്ന് പറയുന്നതിന്റെ അധ്യായം. അതിന്റെ അർത്ഥം, അള്ളാഹുവെ നീ ഉദ്ദേശിച്ചാൽ എനിക്ക് പുറത്തു തരണം, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തു തരണം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. വഫി സഹീഹ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങൾ ആരും പറയരുത്. എന്താണ് പറയാൻ പാടില്ലാത്തത്? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തു തരിക. അല്ലാഹുമ്മ അർഹംനി ഇൻ ശിഅത, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നോട് കരുണ ചെയ്യുക, എനിക്ക് റഹ്മത്ത് നൽകുക. അങ്ങനെയൊന്നും പറയരുത്. എന്താവശ്യമാണെങ്കിലും അല്ലാഹുവേ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തരണം, നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയരുത്. മറിച്ച് എന്താണ് പറയേണ്ടത്? ലിയഅ്സിമിൽ മസ്അല, ഉറപ്പിച്ചു ചോദിക്കട്ടെ. അല്ലാഹുവേ നീ എനിക്കിത് തരണം എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹു, കാരണം അല്ലാഹുവിനെ നിർബന്ധിക്കാൻ ആരുമില്ല. മറ്റൊരു റിവായത്തിൽ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ഇങ്ങനെയാണുള്ളത്, വൽ യുഅള്ളിമിർ റഗ്ബ, അവൻ ഇങ്ങനെ അല്ലാഹുവേ നീ ഉദ്ദേശിച്ച തരണം എന്ന് പറയുന്നതിന് പകരം വൽ യുഅള്ളിമിർ റഗ്ബ, അവന്റെ ആവശ്യം പെരുപ്പിച്ചു കൊള്ളട്ടെ, വലിയ കാര്യങ്ങൾ തന്നെ ചോദിച്ചു കൊള്ളട്ടെ. ഫഇന്നല്ലാഹ ലാ യതആലമുഹു ശൈഉൻ അഅതാഹു, അല്ലാഹുവിന് നൽകാൻ പറ്റാത്തതായി അത്രയും വലുപ്പമുള്ള ഒന്നും ഇല്ല. അപ്പൊ ഈ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിലക്കുകയാണ്. അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നീ ഉദ്ദേശിച്ചാൽ ഇൻ ശിഅത എന്ന് പറയരുത്. എന്തുകൊണ്ടാണ്? ഇതിന്റെ ശറഹില് വിശദീകരിച്ച, കിതാബ് തൗഹീദ് വിശദീകരിച്ച ശാരിഹ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് 3 കുഴപ്പങ്ങളുണ്ട് ഇൻ ശിഅത എന്ന് പറഞ്ഞാൽ. ഒന്ന് എന്താണ്? നമ്മൾ എപ്പോഴാണ് ഒരാളോട് നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറയാ? അങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഇവന് മറ്റാരോടെങ്കിലും അനുവാദം ചോദിക്കാനുണ്ടാകും അത് ചെയ്യണമെങ്കിൽ. സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവില്ല. അപ്പോഴാണ് നമ്മൾ പറയാം പറ്റുമെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം. കാരണം അവന്റെ മുകളിൽ വേറൊരാളുണ്ടാകും. അപ്പൊ അങ്ങനെ അള്ളാഹിന്റെ മുകളിൽ വേറൊരാളുണ്ടോ? ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹു, അള്ളാഹുവിനെ നിർബന്ധിക്കാൻ ആരുമില്ല. അള്ളാഹുവിനോട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാൻ ആരുമില്ല, നഊദു ബില്ലാഹ്. അപ്പൊ അള്ളാഹുവിന് അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ട് ആ ചിന്ത ആവശ്യമില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ല. പക്ഷെ ആ വാക്ക് കേൾക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ തോന്നാം, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറയുമ്പോ
ഈ ചോദിക്കപ്പെടുന്ന ആൾക്ക് മറ്റാരോടോ അനുവാദം ചോദിക്കാൻ എങ്ങാണ്ടുണ്ടോ എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ തോന്നാം. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാരണം, നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരാളോട് ഇൻഷിത്ത എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റൊരു കാരണം എന്താവാം, ആ പറഞ്ഞ കാര്യം ചെയ്യാനുള്ള കഴിവ് അയാൾക്കുണ്ടോ എന്നൊരു സംശയം അല്ലേ? അയാൾക്ക് അതിനുള്ള കഴിവുണ്ടോ ഇല്ലേ എന്ന് അറിയാതിരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചോദിക്കുക. അതും അള്ളാഹുവിന്റെ കാര്യത്തിൽ ബാധകമല്ല. അള്ളാഹു എന്ത് നൽകുകയാണെങ്കിലും അത് അള്ളാഹുവിന് വലിപ്പം ഏറുകയില്ല. അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. ഈ കാരണങ്ങൾ ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അദബ് കേട് ഈ വാക്കിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് കാര്യമായി എത്ര വലിയ കാര്യവും ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞത്. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള അദബാണ്, അവനോടുള്ള ഒരു മര്യാദയാണ്. അടുത്ത ബാബ്, ബാബുൻ ലാ യഖൂലു അബ്ദി വ അമതി, എന്റെ അടിമ, എന്റെ അടിമ സ്ത്രീ എന്ന് പറയരുത് എന്ന അധ്യായം. ഫി സഹീഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യഖുൽ അഹദുക്കും, നിങ്ങൾ ഒരാളും ഇങ്ങനെ പറയരുത്, അത്ഇം റബ്ബക വല്ലി റബ്ബക, നിന്റെ റബ്ബിന് ഭക്ഷണം കൊടുക്ക്, നിന്റെ റബ്ബിന് വുളു എടുപ്പിച്ചു കൊടുക്ക് എന്നൊന്നും പറയരുത്. അതായത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ യജമാനനാണ് റബ്ബ് എന്ന് പറയുന്നത്. യജമാനനെ പറ്റി റബ്ബ് എന്ന് ഭാഷയിൽ ഉപയോഗിക്കും. അങ്ങനെ പറയാൻ ഭാഷയിൽ വകുപ്പുണ്ട്. ശറയിൽ അതിന്റെ ഹുക്കം എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പൊ ഏതായിരുന്നാലും യജമാനെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ യജമാനന് ഭക്ഷണം കൊടുക്കുന്ന അർത്ഥത്തിൽ അത്ഇം റബ്ബക് എന്ന് പറയരുത്. വൽയഖുൽ, മറിച്ച് പറയേണ്ടത് എന്താണ്, സയ്യിദി വ മൗലായ, ഒരു അടിമ യജമാനെ കുറിച്ച് പറയേണ്ടത് സയ്യിദി, എന്റെ യജമാനൻ, മൗലായ അതേ അർത്ഥം തന്നെ, എന്റെ ഉടമ എന്നൊക്കെ അർത്ഥം. അതാണ് പറയേണ്ടത്, റബ്ബ് എന്ന് പറയരുത്. വലാ യഖുൽ അഹദുക്കും, നിങ്ങൾ ഒരാൾ ഇങ്ങനെയും പറയരുത്, അതായത് യജമാനൻ തിരിച്ച് അബ്ദി വ അമതി, എന്റെ അടിമ, എന്റെ അടിമ സ്ത്രീ എന്ന് പറയരുത്. വൽയഖുൽ, അവൻ പറയേണ്ടത് ഫതായ വ ഫതാതി വ ഗുലാമി, എന്റെ കുട്ടി എന്നൊക്കെയുള്ള വാക്ക്, എന്റെ ഉടമസ്ഥതയുള്ള ചെറുപ്പക്കാരൻ, യുവാവ് എന്നൊക്കെയാണ് പറയേണ്ടത്. അടിമ എന്ന്, എന്റെ അടിമ എന്ന് പറയരുത്. എന്തുകൊണ്ടാണ് ഈ വാക്ക് വിലക്കിയിട്ടുള്ളത്? ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചവൻ എന്നുള്ള അർത്ഥത്തിലല്ല റബ്ബ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് റബ്ബ് എന്നുള്ള വാക്ക് ഒരു യജമാനന്റെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ അർത്ഥത്തിൽ, യജമാനൻ, നേതാവ്, അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ ഖുർആനിൽ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം മിസ്രിലെ രാജാവിനെ കുറിച്ച് പറഞ്ഞത് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, എന്റെ റബ്ബാണ് അദ്ദേഹം, അദ്ദേഹമാണ് എനിക്ക് ഇവിടെ അഭയം തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റബ്ബ് എന്നുള്ള വാക്ക് ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാൻ അനുവാദമുള്ള സന്ദർഭമുണ്ട്. ഉലമാക്കൾ പറയുന്നത് രണ്ട് രൂപത്തിൽ റബ്ബ് എന്ന് നമ്മൾ ഉപയോഗിക്കും. ഒന്ന്, മറ്റൊരാളുടെ കാര്യത്തിൽ. ഇപ്പൊ നമ്മൾ പറയാണ് ഇന്ന ആളുടെ അടിമയാണ് ഇന്നവൻ, ഇന്ന വ്യക്തി, ഇപ്പോ സെയ്ദ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ അടിമയാണ്, സെയ്ദുൻ അബ്ദു മുഹമ്മദ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ അതിൽ കുഴപ്പമില്ല. വേറെ ആളുടെ കാര്യത്തിൽ നമ്മളല്ല, നമ്മൾ അടിമയല്ല യജമാനുമല്ല, അവർ രണ്ടും വേറെ ആളുകളാണ്. പുറമെ നിന്ന് ഒരാൾ സംസാരിക്കുക, അവർക്കപ്പോ അബ്ദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, ഇന്നയാൾ ഇന്നയാളുടെ അടിമയാണ്. രണ്ടാമത്തേത് നമ്മുടെ കാര്യത്തിൽ ഇന്നവൻ എന്റെ അടിമയാണ് എന്ന് പറയാൻ പറ്റുമോ? അതും ഉലമാക്കൾ പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആ അടിമയോട് എന്റെ അടിമയെ എന്ന് അവനെ വിളിക്കാൻ പാടില്ല, യാ അബ്ദി എന്ന് വിളിക്കാൻ പാടില്ല. നേരെ മറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അടിമയോടില്ല, നമ്മൾ പറയണം എന്റെ അടിമയെ ഞാൻ വിറ്റു, ബിഅ്തു അബ്ദി, ഞാൻ എന്റെ അടിമയെ വിറ്റു എന്ന് പറയുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം ഇവിടെ പറഞ്ഞത് റബ്ബി എന്ന് തന്നെ പറഞ്ഞല്ലോ, എന്റെ റബ്ബ് എന്ന്. അപ്പൊ അതെങ്ങനെയാണ് ശരിയാവുക? അത് മുമ്പ് കാലത്തുള്ള ശറഅാണ്, നമ്മുടെ ശരീഅത്തിൽ അത് ബാധകമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിലക്കിയിട്ടുണ്ട്. അവരുടെ ശരീഅത്തിൽ അതിന് അനുവാദം ഉണ്ടായിരിക്കും, അടിമക്ക് റബ്ബി എന്ന് പറയാനുള്ള അനുവാദം ഉണ്ടായിരിക്കും. അപ്പൊ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടുള്ള അദബാണ്. ലഫ്ലുകളിൽ പോലും, നമ്മുടെ വാക്കുകളിൽ പോലും അള്ളാഹുവിനോട് അദബ് കാണിക്കണം, തൗഹീദിനോട് അദബ് കാണിക്കണം എന്നാണ് ഈ ബാബിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്തത് ബാബുൻ ലാ യുറദ്ദു മൻ സഅല ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് ചോദിച്ചവനെ തള്ളാൻ പാടില്ല. ഈ അധ്യായത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അലയാണ് പറയുന്നത്. അള്ളാഹുവിനെ കൊണ്ട് ഒരാൾ ചോദിച്ചാൽ, അസ്അലുക ബില്ലാഹ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ എന്തു ചെയ്യണം എന്ന വിഷയമാണ്. അതിനു മുമ്പായി മനസ്സിലാക്കേണ്ടത്
ഇസ്ലാമിൽ ഒരു മുസ്ലിം മറ്റൊരു വ്യക്തിയോട്, ഒരു മനുഷ്യനോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നത് തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ. വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സഹായം തേടുക. ഇത് ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടാണ് പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കുട്ടിയോടാണ് പറയുന്നത്. അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചെറിയ കുട്ടികളെ വരെ ദീൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിനെ ആശ്രയിക്കുക, മറ്റൊരാളെയും ആശ്രയിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബിമാരിൽ നിന്ന് ബൈഅത്ത് വാങ്ങിയതായി സ്വഹീഹായ ഹദീസുണ്ട്. അവരോട് പറയുമായിരുന്നു വഅല്ലാ യസ്അലുന്നാസ ശൈഅ, ജനങ്ങളോടൊന്നും ചോദിക്കുകയില്ല എന്നുകൂടി ബൈഅത്ത് വാങ്ങും. ഈ ഹദീസിന്റെ റാവി പറയുന്നു, അങ്ങനെ ബൈഅത്ത് ചെയ്ത ആ സഹാബിമാര് അവരൊട്ടകപ്പുറത്തിരിക്കുമ്പോൾ അവരുടെ വടി താഴെ വീണാൽ അതെടുക്കാൻ പോലും അവർ ആവശ്യപ്പെടുകയില്ല. അതിന്ന് ഇറങ്ങി വന്ന് ആ വടി എടുക്കുമായിരുന്നു. ഇത് തൗഹീദിന്റെ പൂർണ്ണതയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിഷയ വിശ്വാസത്തിന് ബൈഅത്ത് വാങ്ങിയത്? തൗഹീദിന്റെ കമാലാണ്, പൂർണ്ണതയാണ്. എന്തുകൊണ്ടാണ് ഇത് തൗഹീദിന്റെ പൂർണ്ണതയാകുന്നത്? കാരണം നമ്മൾ ഒരാളിൽ നിന്ന് ഒരു സഹായം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അയാളോട് ഒരു മിന്നത്ത്, ഒരു കടപ്പാടുണ്ടാവും. നമ്മുടെ ഖൽബ് അയാളുമായി ബന്ധപ്പെട്ട് കിടക്കും. അപ്പൊ തൗഹീദ് എന്ന് പറയുന്നത് തന്നെ അസ്ലിൽ എന്താണ്? നമ്മുടെ ഖൽബിൽ ഉള്ള തഅല്ലുഖ്, ബന്ധം അള്ളാഹുവിനോട് ആവുക, അള്ളാഹുവിനെ ആശ്രയിക്കുക, അള്ളാഹുവിനെ പ്രതീക്ഷിക്കുക. അതാണല്ലോ തൗഹീദ് എന്ന് പറയുന്നത്. ഒരാൾ നമ്മൾ സഹായിച്ചാൽ അയാളോടുള്ള ഒരു കടപ്പാട്, അയാളെ കുറിച്ചൊരു പ്രതീക്ഷ, അയാളെ കുറിച്ചൊരു പേടി, അവന്റെ മുമ്പിൽ വെച്ച് ഒരു വാക്ക് പറയാൻ നമുക്കൊരു പേടി, ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ഹക്കുകളിൽ ചെറിയ രൂപത്തിൽ ഒരു കലർപ്പ് വരും. അതുകൊണ്ടാണ് ചോദ്യത്തെ ഇത്രയും കർശനമായി നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വടി എടുത്തു കൊടുത്താലും എടുത്തു കൊടുക്കുന്നവന് എന്താ നഷ്ടം? ഒരു നഷ്ടമില്ല. നേരെ മറിച്ച് ഈ ചോദിക്കുന്നവന്റെ തൗഹീദിൽ വളരെ സൂക്ഷ്മമായ ഒരു ഇടിവ് സംഭവിക്കും. അതുകൊണ്ടാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ നിരുത്സാഹപ്പെടുത്തിയത്. ഇനി ചോദ്യത്തിന്റെ വിഷയത്തിൽ ഉലമാക്കൾ വിശദമായി പറയുന്നുണ്ട്. ചോദ്യം ഹറാമാകുന്നതും അതുപോലെ തന്നെ അല്ലാത്തതുമായ സന്ദർഭങ്ങളുണ്ട്. ദറൂറത്തിന്റെ അവസ്ഥയിൽ ചോദിക്കാം. നിർബന്ധമായ സാഹചര്യങ്ങൾ, നിർബന്ധിതാവസ്ഥയിൽ ദറൂറത്തിൽ ഒരാൾക്ക് മറ്റൊരാളോട് ആവശ്യങ്ങൾ ചോദിക്കാം. ദറൂറത്തില്ലാതെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അത് കബീറത്താണ്, വൻപാപമാണ്. പണം ചോദിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇൻസാന ലാ യസാലു യസ്അലുന്നാസ്, ഒരു മനുഷ്യൻ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ യഅതിയ യൗമൽ ഖിയാമ വമാ ഫീ വജ്ഹിഹി മുസ്അതു ലഹം. സ്വഹീഹായ ഹദീസാണ്. ഖിയാമത്ത് നാൾ അവൻ വരും, അവന്റെ മുഖത്ത് ഇറച്ചിയില്ലാത്ത അവസ്ഥയിൽ, ഒരു കഷ്ണം ഇറച്ചി പോലും ഉണ്ടാവുകയില്ല, മുഖത്ത് അസ്ഥികൂടം മാത്രമായിരിക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ആളുകളോട് ചോദിക്കുമ്പോൾ അറബിയിൽ ഒരു പ്രയോഗം തന്നെയുണ്ട്. ആളുകളോട് ചോദിച്ചൊരു കാര്യം വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, അവൻ അത് സ്വീകരിച്ചത് ബിമാ ഇ വജ്ഹിഹി, അവന്റെ മുഖത്ത് ഉള്ള വെള്ളം കൊടുത്തിട്ട് അവനത് വാങ്ങി. എന്താ മുഖത്തുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ? യാചിക്കുന്ന ആള്, ചോദിക്കുന്ന ആള്, അവന്റെ മുഖത്തൊരു തെളിച്ചമുണ്ടാവുകയില്ല, അവനിങ്ങനെ വരണ്ട മുഖമായിരിക്കും. അവൻ അഭിമാനത്തോടെയല്ല ചോദിക്കുക. നമ്മൾ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ മുഖം പ്രസന്നമായിരിക്കും. അപ്പൊ അവന്റെ ഈ മുഖം അത് ആ അപമാനം കൊണ്ട് കുനിച്ചിട്ടാണ് അവൻ കൈനീട്ടുന്നത്. അതിന്റെ ജിൻസിൽപ്പെട്ട ഒരു ശിക്ഷയാണ് അവന് കിട്ടുന്നത്, അതേ വകുപ്പിൽപ്പെട്ട ശിക്ഷ. അവന്റെ മുഖത്ത് വെള്ളം വറ്റി, വെള്ളം മാത്രമല്ല ഇറച്ചി ഉണ്ടാവില്ല, മുഖത്ത് വെറും അസ്ഥികൂടമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ആളുകളോട് അനാവശ്യമായി പണം ചോദിക്കുക എന്നുള്ളത് അത് കബീറത്താണ്, വൻപാപമാണ്. ഇനി ഒരാൾ നമ്മോട് ചോദിച്ചു വരികയാണെങ്കിലോ, ചോദിച്ചു വരുന്നവന് കൊടുക്കണം. അതിനെയും ഉലമാക്കൾ വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കാൻ അർഹതപ്പെട്ട ആളാണെങ്കിൽ, അവന് ജായിസായ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ, ജായിസായ ചോദ്യം എന്താണ്? ഇപ്പൊ ഒരു ഫക്കീർ വന്നിട്ട് സക്കാത്താണ് ചോദിക്കുന്നത്, അത് അവൻ അവകാശപ്പെട്ടതാണ്. അവൻ ഫക്കീറാണ്, നമ്മൾ പണക്കാരനാണ്, സക്കാത്ത് കൊടുക്കാനുള്ള ബാധ്യസ്ഥനായ ആളാണെങ്കിൽ അവനതിന് അർഹതയുണ്ട്, ജായിസാണ്. ആ ചോദ്യം ജായിസായതുകൊണ്ട് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്, കൊടുത്തിരിക്കണം. ഇനി രണ്ടാമത്തേത്, അർഹനല്ലാത്ത ഒരാളാണ് ചോദിക്കുന്നതെങ്കിലോ, ഇതുപോലെ തന്നെ സക്കാത്ത് അല്ലെങ്കിൽ പോലും മുൽത്തറായ ഒരാൾ, നിർബന്ധിതാവസ്ഥയിലാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ കൊടുക്കണം. അല്ലാതെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, അവകാശമില്ലാത്ത ഒരാൾ, നല്ല പണക്കാരനാണ്, അവനാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവന് വലിയ ദറൂറത്തൊന്നുമില്ല, ചെറിയൊരു ഹാജത്ത് വന്നിട്ടേ ഉള്ളൂ, അതിനുവേണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത്. അവന്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, അതൊന്ന് കൂട്ടാൻ വേണ്ടി, അവന് വാഹനമുണ്ട്, വേറൊരു വാഹനം വാങ്ങാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിനാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ കൊടുക്കൽ നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുക്കാം. എന്നാൽ അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിച്ചാലോ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പേരിൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാലോ കൊടുക്കൽ നിർബന്ധമായി, അർഹനല്ലെങ്കിൽ പോലും.
അതാണ് ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ഹദീസ് നമുക്ക് വായിക്കാം. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തആദ ബില്ലാഹി ഫഅഈദൂഹു, ആരാണോ അള്ളാഹുവിന്റെ പേരിൽ നിങ്ങളോട് അഭയം തേടിയത് അവന് നിങ്ങൾ അഭയം കൊടുക്കുക. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവനെ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. വമൻ സഅല ബില്ലാഹി ഫഅഅതൂഹു, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫഅഅതൂഹു, അവന് നിങ്ങൾ കൊടുക്കണം, നൽകണം, അവൻ ചോദിച്ചത് കൊടുക്കണം. വമൻ ദഅാകും ഫഅജീബൂഹു, ക്ഷണിച്ചാൽ നിങ്ങൾ ക്ഷണം സ്വീകരിക്കണം. വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു, ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അവന് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം. ഫഇൻ ലം തജിദൂ മാ തുകാഫിഊഹു, പ്രത്യുപകാരം ചെയ്യാൻ കയ്യിലൊന്നുമില്ലെങ്കിൽ ഫദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യണം. ഹത്താ തറൂ അന്നകും ഖദ് കാഫഅതുമൂഹു, അവന് ഉപകാരം ചെയ്തു കൊടുത്തു എന്ന് തോന്നുന്നവരെ അത്രയും പ്രാർത്ഥിക്കണം. ഈ ഹദീസിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ പേരിൽ അഭയം തേടിയാൽ അഭയം കൊടുക്കണം. അള്ളാഹുവിന്റെ പേരിൽ ചോദിച്ചാൽ അവശ്യം പൂർത്തീകരിച്ചു കൊടുക്കണം. ഇത് അറബികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണ്, അള്ളാഹുവിനെ കൊണ്ട് ചോദിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹ്ക്ക് അത്രയും വലിയ വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വല്ലദീ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാൻ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ പരസ്പരം ആവശ്യങ്ങൾ ചോദിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അതുപോലെ കുടുംബബന്ധവും നിങ്ങൾ സൂക്ഷിക്കുക. മറ്റൊരു ഖിറാഅത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായത്തിൽ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാമി എന്നാണ്. അങ്ങനെ വന്നാൽ അർത്ഥം എന്തായിരിക്കും? നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ചോദിക്കാൻ മുൻനിർത്തുന്നവനായ അള്ളാഹുവിനെയും നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ചോദിക്കാൻ മുൻനിർത്തുന്ന രക്തബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ അറബികള് തമ്മിൽ അനിവാര്യ ഘട്ടം വന്നാൽ, ഒരു കാര്യം സഹായം ചോദിക്കൽ നിർബന്ധമായാൽ, സഹായം അവർക്ക് അനിവാര്യമായാൽ അവർ ചോദിക്കുക, അള്ളാഹിനെ കൊണ്ട് ചോദിക്കുന്നു, കുടുംബബന്ധം കൊണ്ട് ഞാൻ ചോദിക്കുന്നു. നമ്മൾ ഇന്ന തറവാട്ടുകാരാണല്ലോ, അതിന്റെ പേരിൽ ഞാൻ എന്നോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിനെ കൊണ്ട് ചോദിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ സഹായിച്ചിരിക്കും. അങ്ങനെയാണ്. അതിപ്പോൾ അവരുടെ ഇടയിൽ നിലവിലുള്ള കാര്യമാണ്. അറബികൾക്കിടയിൽ അവർ രണ്ടാൾ തമ്മിൽ തർക്കത്തിലായാൽ അവർ പറയും, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് ചോദിക്കും. ഇപ്പൊ ഒരു ചെറിയ കാര്യത്തിന് തന്നെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഒരു കടയിൽ കയറി, അപ്പൊ ആരാണ് പൈസ കൊടുക്കേണ്ടത്, രണ്ടാളും തമ്മിൽ തർക്കമായാൽ അവർ അവസാനം പറയും, ഹലഫ്തു ബില്ലാഹ്, ഞാൻ അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു, അതായത് ഞാൻ കൊടുക്കുന്നു, വല്ലാഹി ഞാൻ കൊടുക്കുന്നു പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റേളൊന്നും പറയൂല. അങ്ങനെയാണ് അവരുടെ ഇടയിലുള്ളത്. അത് നിർബന്ധമാണ്, ദീൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചോദിച്ചാൽ അള്ളാഹുവിനെ കൊണ്ട് ഇന്ന കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. സ്വഹീഹ് ബുഖാരിയിലുള്ള സംഭവമാണ്. ഞാൻ വിവാഹം കഴിച്ച് അവരെ അടുത്ത് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോ അവർ പറഞ്ഞു, ഔദു ബില്ലാഹി മിൻക എന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് ഞാൻ, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിന്നിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നു ലഖദ് ഉസ്തി ബിഅദീം, നീ വലിയ ഒരാളോടാണ് അഭയം തേടിയിരിക്കുന്നത്, അതുകൊണ്ട് നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു, അവരുടെ കുടുംബത്തിലേക്ക് പറഞ്ഞയച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം അങ്ങനെയുള്ള ഗൗരവമുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അർഹനല്ലെങ്കിൽ പോലും, ചോദിക്കുന്നത് അർഹതയില്ലാത്ത കാര്യമാണെങ്കിൽ പോലും കൊടുക്കണമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. വമൻ ദഅാകും ഫഅജീബൂഹു, ആരെങ്കിലും നിങ്ങൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. ക്ഷണം സ്വീകരിക്കാനുള്ള നിബന്ധനകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നമ്മൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ ഫർളാകും. എപ്പോഴൊക്കെയാണ് ഫർളാവുക? ഉലമാക്കൾ പറയുന്നത്, ഒന്ന്, അത് വിവാഹ സദ്യക്കായിരിക്കണം, വലീമ വിവാഹ സദ്യക്കാണ് വിളിക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ വിളിക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം. കാഫിറിന്റെ ക്ഷണം സ്വീകരിക്കുന്നത് വാജിബല്ല, സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. മൂന്നാമത്തേത്, അവിടെ മുൻകറാത്തുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ആ സദസ്സിൽ ഹറാമുകൾ നടക്കാൻ പാടില്ല. മ്യൂസിക് അല്ലെങ്കിൽ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോകാൻ പാടില്ല. എന്നാൽ അവിടെ പോയി ആ ഹറാമുകൾ നിർത്തലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോകൽ നിർബന്ധമായിരിക്കും. അല്ലാത്ത പക്ഷം അവിടെ പോകാൻ പാടില്ല. നാലാമത്തെ നിബന്ധന, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, അയാളുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് അവന്റെ സമ്പാദ്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറ്റു ചിലർ പറയുന്നത് ഹറാമായ സമ്പാദ്യമുള്ള ആളാണെങ്കിൽ, ഇപ്പൊ ബാങ്ക് മാനേജറാണ്, അയാളുടെ ക്ഷണം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഈ നിബന്ധനകളൊത്താൽ, അതുപോലെ തന്നെ അഞ്ചാമതായി ചില പണ്ഡിതന്മാർ പറയുന്നത്, നമുക്ക് വളറുണ്ടാകാൻ പാടില്ല. അതായത് അങ്ങോട്ട് പോയാൽ നമ്മുടെ ജോലി മുടങ്ങും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സമുണ്ടാവുമെങ്കിൽ പോകേണ്ടതില്ല. അതുപോലെ ആറാമതായി, ക്ഷണം തഅയീൻ ചെയ്തിട്ടുള്ള ക്ഷണമായിരിക്കണം. ഒരാൾ കല്യാണം വെച്ച് വീട്ടിൽ എന്നിട്ട് എന്റെ അയൽവാസികളെ എല്ലാവരും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ
കാര്യമില്ല. നേരെ മറിച്ച് അയാൾ നമ്മെ പ്രത്യേകം വന്ന് കണ്ടു വിളിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമായി. അപ്പോൾ ഈ നിബന്ധനകളൊത്താൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു, ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തന്നാൽ അതിന് നിങ്ങൾ പ്രത്യുപകാരം ചെയ്തിരിക്കണം, അവന് തിരിച്ചൊരു ഉപകാരം ചെയ്തു കൊടുക്കണം. അപ്പൊ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സബബ് എന്താണ്? ചോദിക്കുക എന്നുള്ള കാര്യം നിരുത്സാഹപ്പെടുത്തി എത്രത്തോളം വെച്ചാൽ ഇങ്ങോട്ട് വെറുതെ ഒരു കാര്യം ചെയ്തു തന്നാലും തിരിച്ചങ്ങോട്ട് ഒരു ഉപകാരം ചെയ്തു കൊടുക്കുക. അതാണ് അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കശമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഖൽബില് ആ മനുഷ്യനോടൊരു വിധേയത്വം ഉണ്ടാകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഒരാളുടെ അടുത്ത് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, ആ വെള്ളം ഒരു കപ്പ് വെള്ളം ഒരാളുടെ അടുത്ത് വാങ്ങി കുടിച്ചാൽ അയാളുടെ മുമ്പിൽ നമ്മൾ അത്രയും തലകുനിയും. അപ്പോൾ ഒരു ഉപകാരം മനുഷ്യന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളോടുള്ള ഒരു വിധേയത്വം നമ്മുടെ മനസ്സിലുണ്ടാകും. അളവ് കൂടിയും കുറഞ്ഞു നിൽക്കുന്നു മാത്രം. ഇങ്ങോട്ട് വെറുതെ കൊണ്ടുവന്ന് തന്നാൽ പോലും തിരിച്ചങ്ങോട്ട് അതിന് പകരം എന്തെങ്കിലും കൊടുക്കുക. ഫഇല്ലം തജിദു മാ തുകാഫിഊഹു, അതിനൊന്നും കിട്ടിയില്ലെങ്കിൽ, ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല, ഒരാൾ നമുക്ക് വലിയൊരു ഉപകാരം ചെയ്തു തന്നു, തിരിച്ചൊന്നും കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഫദ്ഉ ലഹ്, അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമൂഹു, തിരിച്ച് അവന് പ്രതിഫലമായി പ്രത്യുപകാരമായി കൊടുത്തു എന്ന് തോന്നുന്നിടത്തോളം പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോ നമുക്ക് നല്ലൊരു കാര്യമാണ് ചെയ്തു തന്നത്, വലിയൊരു സഹായം ചെയ്തു തന്നു, അപ്പൊ അവന് വേണ്ടി ജസാക്കല്ലാഹു ഖൈർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ചെയ്ത സഹായത്തിന്റെ അളവില് പ്രാർത്ഥിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തൗഹീദുമായി ബന്ധമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഉപകാരം ചെയ്തയാൾക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ തൗഹീദിനെ പൂർത്തിയാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഖൽബിന്റെ തഅല്ലുഖ് നമ്മൾ പ്രതീക്ഷിക്കുകയും അതുപോലെ തന്നെ പേടിക്കുകയൊക്കെ ചെയ്യുന്നത് അള്ളാഹനെ മാത്രമായിരിക്കും. അല്ലാത്ത ആളുകൾ, ജനങ്ങളിൽ നിന്ന് സഹായം വാങ്ങുന്ന ആളുകൾ, അവർക്ക് അവരോട് പേടിയുണ്ടാകും, അവരുടെ സഹായം നിന്നു പോകുമെന്നുള്ള പേടി. അതുപോലെ തന്നെ പ്രതീക്ഷയുണ്ടാകും, ഇനിയും കിട്ടാൻ വേണ്ടി അവർക്ക് അനുകൂലമായി സംസാരിക്കും. അതുപോലെ അവർക്ക് വേണ്ടി അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുകയും അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ പെരുമാറുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ബാബ് ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ നിങ്ങൾ, തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിലാണ് എല്ലാ ഖൈറുമുള്ളത്. തൗഹീദ് പൂർത്തിയായ ഒരാൾ, അയാളുടെ സ്വഭാവം പിന്നെ വേറെ നന്നാക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. തൗഹീദ് മനസ്സിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ വേര് മണ്ണിൽ ഉറച്ചു നിൽക്കുകയും അതിന്റെ കൊമ്പുകൾ, ശാഖകൾ ആകാശത്തെത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു മരം പോലെയാണ് തൗഹീദ് എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ തൗഹീദ് എത്ര കണ്ട് ഉറച്ചിട്ടുണ്ടോ അത്ര കണ്ട് നമ്മുടെ സ്വഭാവം നന്നാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് തഹ്ഖീഖ് ചെയ്യാനും തൗഹീദിന്റെ എല്ലാ അദബുകളും പാലിക്കാനും തൗഹീദിലായിക്കൊണ്ട് മരണം വരെ ഉറച്ചു നിൽക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.